അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒരുപാട് മുഅ്ജിസത്തുകൾ അല്ലാഹു പ്രകടിപ്പിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജുലൻ മുംതാസൻ ബി ഖൽഖിഹി വ ഖുലുഖിഹി, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ജനങ്ങളിടയിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട ആളായിരുന്നു. ബി ഖൽഖിഹി വ ഖുലുഖിഹി, തൻ്റെ സൃഷ്ടിപ്പ് കൊണ്ടും വ്യത്യസ്തപ്പെട്ട ആളായിരുന്നു, തൻ്റെ സ്വഭാവ ഗുണങ്ങളെ കൊണ്ടും വ്യത്യസ്തപ്പെട്ട ആളായിരുന്നു. വകാന ഫീ വിലാദത്തിഹി വ നശാഅത്തിഹി വ ദഅബിഹി വ അദബിഹി ആയാത്തുൻ ളാഹിറത്തുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിലും അതേപോലെ തന്നെ റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിലും അതേപോലെ തന്നെ റസൂലുള്ളാഹിൻ്റെ പ്രകൃതിയിലും റസൂലുള്ളാഹി തങ്ങളുടെ ഓരോ നടപടിയിലും എല്ലാം ജനങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ടായിരുന്നു. ആളുകളെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടായിരുന്നു റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം, റസൂലുള്ളാഹിൻ്റെ നടത്തം, റസൂലുള്ളാഹിൻ്റെ ഇരുത്തം, റസൂലുള്ളാഹിൻ്റെ സംസാരം, റസൂലുള്ളാഹിൻ്റെ അംഗീകാരം. നുബുവത്തിന് മുമ്പ് തന്നെ ചെറുപ്പത്തിൽ തന്നെ എല്ലാവരും സ്വീകരിച്ച ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നാൽ ബിൽ ഇളാഫത്തി ഇലാ മാ ളഹറ മിൻഹു ഖബ്ല നുബുവത്തി വ ബഅദഹ മിൻ ഖവാരിഖിൻ അദീദ, നബുവത്തിന് മുമ്പും പിന്നെയും കൂടി ചേർത്ത് നോക്കുമ്പോൾ ഒരുപാട് എണ്ണമറ്റ അത്ഭുതങ്ങൾ റസൂലുള്ളാഹിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും ധാരാളം മുഅ്ജിസത്തുകൾ അല്ലാഹു പ്രകടമാക്കിയിട്ടുണ്ട് തങ്ങളിൽ നിന്ന്. അതിലേറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ ഷരീഫ്. ഇതെല്ലാം അവർ അനുഭവിക്കലോടുകൂടെ, അവർ തങ്ങളെ കാലത്ത് ജീവിക്കുന്ന ആളുകളാണ്, തങ്ങളെ കൂടെ ജീവിച്ച ആളുകളായിരുന്നു. ആ ആളുകൾ തന്നെ, അതെല്ലാം അനുഭവിച്ച ആളുകൾ തന്നെ സഅലൂഹു ഇൻശിഖാഖൽ ഖമരി ആയത്തുൽ ലഹും, അവർ ചന്ദ്രനെ പിളർപ്പിയാക്കി തരണം, നിങ്ങൾ പറയുന്ന ദൗത്യത്തിന് നമ്മൾ അംഗീകരിക്കണമെങ്കിൽ, നിങ്ങൾ തൗഹീദുമായി വന്നത് ഏകനായ അള്ളാഹുവിനെ വിശ്വസിക്കണമെന്നും ബഹുദൈവാരാധന ഒഴിവാക്കണമെന്ന് പറയുന്നതിന് അതിൻ്റെ തെളിവായി നിങ്ങൾ ചന്ദ്രനെ പിളർപ്പാക്കി തരണമെന്നവർ ചോദിക്കുന്നു. ജീവിതം മുഴുവനും അത്ഭുതമാണ്, ജനനം അത്ഭുതമാണ്, റസൂലുള്ളാഹിൻ്റെ ജീവിതം അത്ഭുതമാണ്, റസൂലുള്ളാഹിൻ്റെ നടത്തം അത്ഭുതമാണ്. മാത്രമല്ല സത്യസന്ധനാണ്, പറയുന്നതിൽ ഒന്നും കളവില്ല, പൂർണ്ണമായി വിശ്വസ്തനായ ആളായി അവരിടയിൽ ജീവിച്ചു വന്ന ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നബുവത്തുമായി പ്രചരിപ്പിക്കാൻ ഇറങ്ങിയപ്പോൾ അവർ അതെല്ലാം മറന്നുപോയി. എല്ലാം മറന്ന് അതിനൊന്നും വില കൽപ്പിച്ചില്ല. അവർ ചോദിക്കാൻ തുടങ്ങിയത് ചന്ദ്രനെ പിളർപ്പാക്കി തന്നാൽ മാത്രമേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ, ചന്ദ്രനെ പിളർപ്പാക്കി തരണമെന്ന് ചോദിച്ചു. ഫഅറാഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദിഹിൽ ആയത്തുൽ കുബ്ര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വലിയ അത്ഭുതങ്ങൾ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ അവർക്ക് പ്രകടമാക്കി കൊടുത്തു. ആ ചന്ദ്രനെ പിളർപ്പാക്കി കൊടുത്തു. ആ ചന്ദ്രനെ പിളർപ്പാക്കിയതവർ കണ്ണാരെ കണ്ടു. ഫമാ കാന മിൻഹും ഇല്ലാ അൻ ഖാലൂ, അങ്ങനെ ചന്ദ്രനെ പിളർപ്പാക്കി തന്നാൽ നമ്മൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞ ആളുകൾ ചന്ദ്രനെ പിളർപ്പാക്കി കൊടുത്തപ്പോൾ അവർ പറഞ്ഞ വാക്കെന്തറിയോ? ഹാദാ സിഹ്റുൻ സഹറക്കും ബിഹി ഇബ്നു അബി കബശ, ഇത് സിഹ്റാണിത്, മായാജാലമാണ്, കൺകെട്ടാണ്. ഈ കൺകെട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത് അബി കബശയുടെ മോനാണ്. അബി കബശയുടെ മോൻ എന്ന് പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 വർഷം ഹലീമ ബീബിയുടെ വീട്ടിൽ പാർത്തിരുന്നു മല കുടിക്കുന്ന കാലം. ആ ഹലീമ ബീബിയുടെ ഭർത്താവിൻ്റെ പേര് അബി കബശ എന്നാണ്. അങ്ങനെ എന്തെങ്കിലും റസൂലുള്ളാഹിനെ ആക്ഷേപിക്കുമ്പോൾ അവർ പറയുന്നത് അബി കബശയുടെ മോന്, അബി കബശയുടെ മോന് എന്ന് പറയും. ഹലീമ ബീബിയുടെ ഭർത്താവിൻ്റെ പേര് പറഞ്ഞ് പോറ്റുമോൻ എന്ന നിലക്ക്, അല്ലെങ്കിൽ സ്വന്തം മോൻ തന്നെയാണ്, മലകുടി ബന്ധത്തിൽ മകനാണല്ലോ, ആ മകൻ എന്ന നിലക്ക് ആ അബി കബശയെ ചേർത്തി പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങളെ അയിബാക്കും. അങ്ങനെ അവർ പറഞ്ഞത് അബി കബശയുടെ മകൻ നിങ്ങൾക്ക് സിഹ്റാക്കിയതാണ്, ഇത് മായാജാലമാണ്, കൺകെട്ടാണ്, ഇത് യഥാർത്ഥമല്ല എന്ന് അതിനും കൂടി നിഷേധിക്കാൻ പോയി. അല്ലാഹു തആല അതിനെക്കുറിച്ച് പറയുന്നു, യഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമറു വഇൻ യറൂ ആയതൻ യുഅരിദു വയഖൂലു സിഹ്റുൻ മുസ്തമിർ. യഖ്തറബത്തിസ് സാഅതു, ഖിയാമത്ത് നാൾ അടുത്തിരിക്കുന്നു.
വൻഷക്കൽ ഖമറു ചന്ദ്രൻ പിളർപ്പായി. വഇൻ യറു ആയത്തൻ അവർ ഒരു ദൃഷ്ടാന്തം കണ്ടാൽ യുഅരിളു അതിനെ തൊട്ട് അവർ തിരിഞ്ഞു കളയുന്നു, അതിനെ അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കാൻ പറ്റിയതായ അത്ഭുതകരമായിരിക്കുന്ന ദൃഷ്ടാന്തം കാണിച്ചാലും അതിനെ അവർ അപ്പടി സ്വീകരിക്കാതെ അവരതിനെ തൊട്ട് തിരിഞ്ഞു കളയുന്നു. വയഖൂലു സിഹ്റുൻ മുസ്തമിർ അവർ പറയുന്നു ഇത് കങ്കട്ടാണ്, മായാജാലമാണ് എന്നവർ പറയുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. അല്ലാമ ഹാഫിദ് ഇമാദുദ്ദീൻ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുന്നു ഖദ് അജ്മഅൽ മുസ്ലിമൂന അലാ വുഖൂഇ ഇൻഷിഖാഖിൽ ഖമറി ഫീ സമനിഹി അലൈഹി സ്വലാത്തു വസ്സലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ചന്ദ്രൻ പിളർപ്പായി എന്ന വിഷയത്തിൽ ലോക ജനങ്ങൾ ഒത്തിട്ടുണ്ട്. മുസ്ലിമീങ്ങളെല്ലാം ഐക്യപ്പെട്ടിട്ടുണ്ട്. കാരണം അവർ കണ്ണുകൊണ്ട് കണ്ടതാണ്. വജാഅത്ത് ബിദാലിക്കൽ അഹാദീസുൽ മുതവാത്തിറത്തു മിൻ തുറഖിൻ മുതഅദ്ദിദത്തിൻ എണ്ണപ്പെട്ട വഴിയിലൂടെ ധാരാളം ഹദീസുകൾ ആ ചന്ദ്രൻ പിളർപ്പായ വിഷയത്തെ സംബന്ധിച്ച് പ്രസ്താവിച്ച് ലോകത്തെ പഠിപ്പിക്കുന്നു. എന്നാൽ സുമ്മ ഇന്നഹും ലം യഖിഫു ബിഹാദൽ ഹദ്ദി മിനൽ ഇനാദ് എന്നാൽ ആ മക്ക മുശ്രിക്കുകൾ അത്രയും വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടും ആ അതിർത്തിയിൽ നിൽക്കാതെ വിട്ടുകടക്കുകയാണവർ. അതിനെ അംഗീകരിക്കാതെ മുന്നോട്ട് പോവുകയാണ്. അവർ പറയുന്നത് സിഹ്റാണ് എന്ന് പറഞ്ഞ് നടക്കുന്നു. ജീവിതം മുഴുവനും റസൂലുള്ളാഹിന്റെ അത്ഭുതം തന്നെയാണ് അവർ കണ്ടത്. ജീവിതത്തിന് നുബുവത്തിന് മുമ്പ് പൂർണ്ണമായി അംഗീകരിച്ചവരാണ് റസൂലുള്ളാഹി. ഒരു കളവും പറയാറില്ല, എന്ത് പറഞ്ഞാലും അത് നമ്മൾ അംഗീകരിക്കുമെന്ന നിലയ്ക്ക് അംഗീകരിച്ചവരുമാണ്. നുബുവത്തുമായി വന്നപ്പോൾ എല്ലാം അവർ അതിനെ നിഷ്ഫലമാക്കി. അവസാനം അത്ഭുതങ്ങളിൽ ഏറ്റവും അത്ഭുതമായ ചന്ദ്രൻ പിളർപ്പാക്കി കൊടുത്തപ്പോൾ അതിൻ്റെ അതിർത്തിയും വിട്ടുകടന്നു. അതിനെയും സിഹറാക്കി പറഞ്ഞവർ മുന്നോട്ട് നടന്നു, എതിർപ്പുമായി നടന്നു. ചന്ദ്രനാണല്ലോ ലോകത്ത് മുഴുവനും, ഈ ഭൂമി ലോകത്ത് മുഴുവനും വെളിച്ചം തരുന്ന ഒരു സാധനമാണ്. എന്നാൽ 10 ആൾക്ക് മാത്രം കാണിച്ചു കൊടുക്കുക എന്നാണെങ്കിൽ അതിന് മായാജാലം എന്ന് പറയാമായിരുന്നു. ലോകജനങ്ങൾ മുഴുവനും കാണുന്ന സ്ഥിതിക്ക് എല്ലാവർക്കും ഇരുട്ടാവുകയും എല്ലാവർക്കും നട്ടുച്ചാവുകയും എല്ലാവർക്കും പാതിരാത്രിയാവുകയും ചെയ്യുക എന്നത് അതൊന്നും മായാജാലമല്ല, അത് സത്യമായി തന്നെ പിളർന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഓരോ ദൃഷ്ടാന്തങ്ങൾ അവർ കേൾക്കുന്നത് അവർക്ക് സമ്മതിക്കാൻ വേണ്ടിയൊന്നുമല്ല, റസൂലുള്ളാഹിനെ ഒന്ന് ഉത്തരമുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാത്തിലും വിജയിച്ചു. വഖദ് ഹക്കല്ലാഹു തആല മിൻഹും അവരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു വഖാലൂ ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുആ. വഖാലൂ ആ മക്ക നിവാസികൾ പറയുന്നു ലൻ നുഅ്മിന ലക ഓ മുഹമ്മദ് നബിയെ നിങ്ങളെ കൊണ്ട് നമ്മൾ വിശ്വസിക്കൂല. ഹത്താ തഫ്ജുറ ലനാ നിങ്ങൾ നമുക്ക് പൊട്ടി പുറപ്പെടിച്ച് തരാതെ മിനൽ അർളി യംബുആ ഭൂമിയിൽ നിന്ന് വെള്ളത്തിൻ്റെ വരവിടത്തെ അഥവാ ഒരു ചാലിനെ അഥവാ ഒരു പഴ നിങ്ങൾ ഇപ്പം തന്നെ പൊട്ടിച്ചു തന്നാൽ അല്ലാതെ നമ്മൾ വിശ്വസിക്കൂല എന്നവർ പറഞ്ഞു. മാത്രമല്ല ഔ തക്കൂനലൊക്കെ ജന്നത്തുൻ മാത്രമല്ല നിങ്ങൾക്ക് ഒരു സ്വർഗം, ഒരു തോട്ടമുണ്ടാവണം. മിൻ നഖീലിൻ വ അനബിൻ ഈത്തപ്പഴത്തിനാലും മുന്തിരിനാലുള്ള തോട്ടം. വതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറാ ആ 2 തോട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് നല്ല വെള്ളം വലിച്ചു കൊണ്ടുവരണം. ഔ തുസ്കിത സമാ അല്ലെങ്കിൽ ആകാശം നിങ്ങൾ ഇട്ട് കളയണം താഴെ. കമ്മാ സാന്ത നിങ്ങൾ വാദിക്കും പോലെ അലൈന നമ്മുടെ മേൽ കിസഫൻ കഷ്ണമായിട്ട് തരൂ. ആകാശം നമ്മുടെ മേലിട്ട് നമ്മൾ നശിപ്പിച്ചു കളയുക. ഔ തഅതിയ ബില്ലാഹി വൽ മലായികത്തി ഖബീല അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെയും മലക്കുകളെയും കൊണ്ടുവരിക, കൂട്ടമായിട്ട് വരട്ടെ. ഔ തകൂന ലക ബൈത്തും മിൻ സുഖ്റഫിൻ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവണം ബൈത്തും മിൻ സുഖ്റഫിൻ നല്ല അലങ്കാരമുള്ള ഒരു വീട്. ഔ തർഖാ ഫിസ് സമാഇ അല്ലെങ്കിൽ നിങ്ങൾ ആകാശത്തിൽ കയറണം. വലൻ നുഅ്മിന ലിറുഖിയിക നിങ്ങളെ ഈ മന്ത്രത്തിന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖ്റഉഹു നിങ്ങൾ നമുക്കൊരു കിതാബ് ഇറക്കി തരണം നമ്മൾ ഓതാൻ വേണ്ടി. ഏതുപോലെ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ തൗറാത്ത് ഇറങ്ങിയതുപോലെ ഒറ്റടിക്ക് നിങ്ങൾ കിതാബ് ഇറക്കി തരണം. ഖുൽ നബിയെ തങ്ങൾ പറയണം സുബ്ഹാന റബ്ബി തങ്ങൾ പറയുക സുബ്ഹാന റബ്ബി എൻ്റെ റബ്ബ് പരിശുദ്ധനാണ്. ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂല ഞാൻ നിങ്ങളെ പോലത്തൊരു മനുഷ്യനല്ലേ.
എന്നാൽ ഇവിടെ ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് റബ്ബിൻ്റെ ഖളാ പ്രകാരമാണ്. അതുകൊണ്ട് ഈ ധിക്കാരികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇതെല്ലാം കൊണ്ടുവന്നാലല്ലാതെ നമ്മൾ വിശ്വസിക്കൂല എന്നും അവർ പറഞ്ഞു. എന്നാൽ അവർക്ക് വിശ്വസിക്കണമെന്ന ആഗ്രഹമല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തരം താഴ്ത്തണമെന്ന ആഗ്രഹമായിരുന്നു.